ഇന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച ആ സുദിനം, ഞങ്ങളുടെ പേരാപൂരമ്മയുടെ പൊങ്കാല ദിവസം. പൊങ്കാലക്കായിട്ട് പോവുകയാണേ. ഓ പെട്ടെന്ന് വരാം. പൊങ്കാല നേദിച്ച ഉടനെ വരാം. പെട്ടെന്ന് വരാം. ചോറ് ഞാൻ വന്നിട്ട് വാങ്ങാൻ പോവാ അമ്മ. നേദിച്ചിട്ട് വന്നിട്ട് വാങ്ങാൻ പോവാ കേട്ടോ. ഓ ശരി. എൻ്റെ നന്ദപ്പ സ്കൂളിലും പോയി, എൻ്റെ കുഞ്ഞിപ്പെണ്ണ് അംഗൻവാടിയിലും പോയേ. സാധാരണ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്രാവശ്യം ഞാൻ പൊങ്കാലയ്ക്ക് പോയപ്പോൾ ഒന്നും ഉണ്ടാക്കി വെച്ചില്ല. കാര്യം എനിക്കറിയാം നമ്മുടെ പേരാപൂരമ്മയുടെ നടയിൽ ആഹാരമുണ്ട്. നമ്മുടെ പുറകുവശത്താണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ നമ്മുടെ ശൈലജ ആൻറ്റിയുടെ ഫുഡുണ്ടാവും. കഴിഞ്ഞ 2-3 വർഷമായിട്ട് തുടരെയുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് കഴിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയായിരുന്നു അവിടെ ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കും. അത് അമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അതിൻ്റെ ഒരു പേടിയാണ് അമ്മ ഈ പറയുന്നത് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ മുൻവശമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. മുൻവശത്തൂടിയും പോവാം, പുറകുവശത്തൂടിയും പോവാം. ഞങ്ങൾക്ക് എളുപ്പം പുറകുവശമായിട്ടാണ് ഞങ്ങൾ പുറകുവശത്തിടം പിടിച്ചത്. എൻ്റെ വീടിന് പുറകുവശമാണ് വളരെ അടുത്ത് കേട്ടോ. നടന്ന് പോകാനുള്ള കുഞ്ഞു ദൂരമേ ഉള്ളൂ. മുൻവശത്തും നല്ല പൊങ്കാല ഉണ്ടായിരുന്നു. നമ്മൾ പുറകുവശത്ത് തണലിന് വേണ്ടി കുറേ പേര് അവിടെ ഇടം പിടിച്ചു. പൊങ്കാലയിട്ട് വരുമ്പോൾ ഈ നടയിലുണ്ടാവും. പൊങ്കാല ഇടാൻ പോയാൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ കിടക്കണുണ്ടോ, വയ്യായിക ഉണ്ട് കേട്ടോ ആൾക്ക്.